ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രേക്ക് ഈവൻ പോയിൻറ്റ് വിൽ നോട്ട് ബി ചേഞ്ച്ഡ് if option A PV ratio is decreased, option B sales volume is decreased, option C selling price per unit is decreased, option D variable cost per unit is decreased. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സെയിൽസ് വോളിയം ഈസ് ഡിക്രീസ്ഡ് ആണ്. അതായത് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല എന്താ സെയിൽസ് വോളിയത്തിനെ. സെയിൽസ് വോളിയം അഫക്റ്റ് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ സെയിൽസ് വോളിയത്തിൻ്റെ റിസൾട്ടാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി ഓരോ ഓപ്ഷൻസും നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ബ്രേക്ക് ഈവൻ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ആണ്. അപ്പോൾ പി വി റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് എന്നാണ്. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഈ പി വി റേഷ്യോ ഡിക്രീസ്, ബ്രേക്ക് ഈവൻ പോയിൻ്റ് വിൽ ഇൻക്രീസ് ആണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് ആ ഇക്വേഷൻ പ്രകാരം നോക്കിക്കേ, പി വി റേഷ്യോ ഡിക്രീസ് ചെയ്യുക. നോക്കി മുകളിൽ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ എന്ന് തന്നിട്ടുണ്ട്. അതിൽ പി വി റേഷ്യോ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. അതായത് ഡിനോമിനേറ്റർ കുറയുമ്പോൾ നോർമലി ബ്രേക്ക് ഈവൻ പോയിൻറ്റ് അതിൻ്റെ ആൻസറിന് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ആണ് വരുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്ത് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഡിക്രീസസ്. സെല്ലിംഗ് പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ നോർമലി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ എന്താ സംഭവിക്കുക? കുറയുകയാണ് ചെയ്യുക. കോൺട്രിബ്യൂഷൻ കുറയുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യും. കൂടുതൽ ഏൺ ചെയ്താൽ മാത്രമേ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ എത്തുകയുള്ളൂ. അപ്പോൾ ബി പി ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഇൻക്രീസ്ഡ് വെൻ. മാർജിൻ ഓഫ് സേഫ്റ്റി എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഇൻക്രീസ്ഡ്, ഓപ്ഷൻ ബി ഫിക്സഡ് കോസ്റ്റ് ഈസ് ഡിക്രീസ്ഡ്, ഓപ്ഷൻ സി സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഈസ് ഡിക്രീസ്ഡ്, ഓപ്ഷൻ ഡി സെയിൽസ് വോളിയം ഈസ് ഡിക്രീസ്ഡ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫിക്സഡ് കോസ്റ്റ് ഈസ് ഡിക്രീസ്ഡ് ആണ്. ഇവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. ഫിക്സഡ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുമ്പോഴാണ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് കറക്റ്റ് ആൻസർ. നമുക്കിനി ഒന്ന് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ നോക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നോക്കാം. ബ്രേക്ക് ഈവൻ പോയിൻ്റ് കണ്ടോ? ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന ഓ താഴെ കാണാം. ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റിയും മാർജിൻ ഓഫ് സേഫ്റ്റി ഒക്കെ കാണാം ഈ പിക്ചറിൽ. ഒരു കാര്യം മനസ്സിലാക്കുക, ബ്രേക്ക് ഈവൻ പോയിൻ്റ് കഴിഞ്ഞ് ബാക്കിയുള്ള ഏരിയ ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് കൂടിയാൽ മാർജിൻ ഓഫ് സേഫ്റ്റി കുറവും, ബ്രേക്ക് ഈവൻ പോയിൻ്റ് കുറഞ്ഞാൽ മാർജിൻ ഓഫ് സേഫ്റ്റി കൂടുതലും ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ബേസിൽ നോക്കിക്കേ, ഫസ്റ്റ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണ്, അല്ലെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ്. ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് കുറച്ചാൽ, അതായത് ടോട്ടൽ സെയിൽസിൽ നിന്ന് ബി പി സെയിൽസ് കുറച്ചാൽ ബാക്കിയുള്ളതാണെന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് മനസ്സിലാക്കാം. അതിൽ ഓപ്ഷൻ എ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസ്. വേരിയബിൾ കോസ്റ്റ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും മാർജിൻ ഓഫ് സേഫ്റ്റിക്ക് നോക്കാം. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിക്രീസ് ആൻഡ് ബി പി ഇൻക്രീസസ്. വേരിയബിൾ കോസ്റ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും? കോൺട്രിബ്യൂഷനും കുറവായിരിക്കും. കോൺട്രിബ്യൂഷൻ കുറയുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻക്രീസ് ചെയ്യും. കൂടുതൽ വന്നാലേ ബി പിയിൽ എത്തുള്ളൂ. ബി പി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാർജിൻ ഓഫ് സേഫ്റ്റി ഡിക്രീസ് ചെയ്യും. ഇനി അടുത്ത ഓപ്ഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിക്രീസസ്. ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് കാണുന്ന, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് കുറവാണെങ്കിൽ നമ്മുടെ ബി പി എന്ത് ചെയ്യും? കുറയും. അതായത് ന്യൂമറേറ്റർ കുറഞ്ഞാൽ ബി പി കുറയും. ബി പി കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആയത്. ഇനി ഓപ്ഷൻ സി നോക്കാം. സെല്ലിംഗ് പ്രൈസ് ഡിക്രീസസ്. സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ, സെയിൽസ് കുറഞ്ഞാൽ നോർമലി കോൺട്രിബ്യൂഷനും കുറയും. കോൺട്രിബ്യൂഷൻ കുറഞ്ഞാൽ ബി പി കൂടും. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കൂടുമ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. ഓപ്ഷൻ ഡി പറയുന്നത് സെയിൽസ് വോളിയം ഡിക്രീസസ് ആണ്. സെയിൽസ് വോളിയം ഡിക്രീസ് ചെയ്യുക, അതായത് ആക്ച്വൽ സെയിൽസ് ഡിക്രീസ് ചെയ്താൽ നോർമലി എന്ത് സംഭവിക്കും? മാർജിൻ ഓഫ് സേഫ്റ്റിയും ഡിക്രീസ് ചെയ്യും. ഏറ്റവും ആദ്യം തന്ന ഇക്വേഷൻ മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിലാണ്. അതിൽ ആക്ച്വൽ സെയിൽസ് കുറഞ്ഞാൽ നോർമലി ബി പി കുറവായിരിക്കും. ഇങ്ങനെ വേണം ആൻസർ ചെയ്യാൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഫിക്സഡ് കോസ്റ്റ് ഇഫ് പി വി റേഷ്യോ ഈസ് 40% and margin of safety is rupees 30,000.
വിച്ച് ഈസ് 50% ഓഫ് സെയിൽസ്. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് എന്താണ്? പി വി റേഷ്യോ 40% ആണെന്നും മാർജിൻ ഓഫ് സേഫ്റ്റി 30,000 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ മാർജിൻ ഓഫ് സേഫ്റ്റി 30,000 എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 15% ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കാം. 68,000, ഓപ്ഷൻ ബി 70,000, ഓപ്ഷൻ സി 75,000, ഓപ്ഷൻ ഡി 1,70,000. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 68,000 ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. ഇവിടെ പി വി റേഷ്യോ തന്നിട്ടുണ്ട് 40%, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 30,000 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 15% ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മാർജിൻ ഓഫ് സേഫ്റ്റി അതായത് 30,000 ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു 15/100 ആണ് എന്ന് നമുക്ക് പറയാം. സോ സെയിൽസ് ഈസ് ഈക്വൽ ടു 30,000 ഡിവൈഡ് ബൈ 15% ആയിരിക്കും. ദാറ്റ് ഇസ് 30,000 ഡിവൈഡ് ബൈ 0.15 ഈസ് ഈക്വൽ ടു 2 lakh ആണ്. അപ്പോൾ സെയിൽസ് 2 lakh അല്ലെങ്കിൽ ആക്ച്വൽ സെയിൽസ് 2 lakh ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി എങ്ങനെ കണ്ടുപിടിക്കാം? മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് ബി പി സെയിൽസ് ആണല്ലോ. മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് അറിയുകയും ചെയ്യും, ആക്ച്വൽ സെയിൽസും അറിയാം. അപ്പോൾ ബി പി സെയിൽസ് കണ്ടുപിടിക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് ബി പി സെയിൽസ് എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത് 1,70,000 ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 1,70,000 ആണ് ബി പി സെയിൽസ് എങ്കിൽ നമുക്ക് എന്താ ഫിക്സഡ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫിക്സഡ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബി പി ഡിവൈഡ് ബൈ പി വി റേഷ്യോ ചെയ്താൽ മതി. ബ്രേക്ക് ഈവൻ പോയിന്റ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട് 1,70,000. അത് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 40%. അങ്ങനെ ഫിക്സഡ് കോസ്റ്റ് 68,000 എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? കറക്റ്റ് ആയത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി വേരിയൻസ് പ്ലസ് കാലണ്ടർ വേരിയൻസ് പ്ലസ് എഫിഷ്യൻസി വേരിയൻസ്. ഫിക്സഡ് ഓവർഹെഡ് കപ്പാസിറ്റി വേരിയൻസ് ഈസ് ഈക്വൽ ടു വോളിയം വേരിയൻസ് പ്ലസ് കാലണ്ടർ വേരിയൻസ് പ്ലസ് എഫിഷ്യൻസി വേരിയൻസ്. ഓപ്ഷൻ സി ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി വേരിയൻസ് പ്ലസ് വോളിയം വേരിയൻസ് പ്ലസ് എഫിഷ്യൻസി വേരിയൻസ്. ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്റി, കാലണ്ടർ, എഫിഷ്യൻസി ഈ 3 വേരിയൻസും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഏതൊക്കെയാണ്? കപ്പാസിറ്റി, കാലണ്ടർ ആൻഡ് എഫിഷ്യൻസി. ഈ 3 വേരിയൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് കിട്ടും. എന്നൊക്കെ കറക്റ്റ് എന്ന് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.